നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിയുടെയും ശ്യാമയുടെയും ഒന്നാം വിവാഹ വാർഷികമാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും അത് വളരെ ആഘോഷമായിട്ട് തന്നെ നടത്തണം. ആ. ഇവിടെ ആദിയുടെ അരുണിന്റെ വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത്. ഞാനും ആദ്യേട്ടനും ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. ആദ്യേട്ടന്റെ അഭിപ്രായവും ഇത് തന്നെയായിരുന്നു. അതെ, നടത്തേണ്ടതാ. ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവരിപ്പോ ഈ വീട്ടിലില്ലല്ലോ. ഇവിടെ കയറലെന്ന വാശിയല്ലേ. വെറുതെ നാണം കേടണോ? അതാണ് പോയിന്റ്. അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമേ ഇല്ല. വിവാഹ വാർഷികം എന്ന് പറഞ്ഞാ അത് അഖിയുടെ മാത്രമല്ലല്ലോ, ആ ശ്യാമയുടെയും കൂടിയല്ലേ. ദരിദ്രവാസിയായി അവളെ എന്റെ അഖിയുടെ തലയിൽ കെട്ടിവെച്ചതാ. അതാ നിങ്ങൾ എല്ലാരും കൂടി ചെയ്ത ആദ്യത്തെ തെറ്റ്. ഈ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവൾക്ക് എന്ത് സംസ്കാരമുള്ളേ. അതും പോട്ടെ, ഇങ്ങനെ വലിയൊരു ആഘോഷം നടക്കുമ്പോ റിച്ചായ നമ്മുടെ അതിഥികളുടെ മുന്നില് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാനെങ്കിലും ഉള്ള സൗന്ദര്യം അതെങ്കിലും ആ ശ്യാമയ്ക്കുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. പണവും പദവിയും സൗന്ദര്യവും ഒന്നും വെച്ചല്ല ഒരാൾ അളക്കേണ്ടത്. സ്വഭാവശുദ്ധി, അതാണ് പ്രധാനം. കുടുംബത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സ്, ആ സ്നേഹം, അതാണ് നമ്മൾ കാണേണ്ടത്. അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് അത്രയ്ക്ക് കുടുംബസ്നേഹം ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലേ അവള് അഖിയെ നമ്മുടെ അമ്മയിൽ നിന്ന് അകറ്റി ഇവിടുന്ന് കൊണ്ടുപോവോ? അമ്മ ഇങ്ങനെ വേദനിപ്പിക്കോ? ശരിയാ, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിന്റെ ഈ സ്വഭാവം അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതാണല്ലേ കേട്ടോ. ശ്യാമയെ പോലെ ഒരു മരുമകളായി ഈ വീട്ടിൽ കയറി വന്നോളാ നീയും. ഒരുപക്ഷെ നാളെ നിനക്കും ഈ അവസ്ഥ വന്നുകൂടാന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. ആ പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ പണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യം. നിങ്ങൾ പലരുടെയും കണ്ണുകൾ കൂടെ നോക്കുമ്പോൾ ശ്യാമയ്ക്ക് ഇപ്പോൾ അങ്ങനെ പല കുറവുകളും തോന്നാം. പക്ഷേ നാളെ താൻ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയേണ്ടി വരും, അത് ഉറപ്പാ. വസുവിനും തനിക്കിപ്പോൾ അവസാനം പാടുന്നത് ഇവൾക്കോ ശരിക്കും ശ്യാമ ആരാണെന്ന് അറിയില്ല, അതാ സത്യം. ശ്യാമ തൻ്റെ അനിയത്തിയാണെന്ന് ഇവളും എൻ്റെ മരുമകളാണെന്ന് വസു അഭിമാനത്തോടെ പറയുന്ന ഒരു ദിവസം വരും. അതിനി അധികകാലം വേണ്ടി വരില്ല. ഞാനാ പറയും, അത് നടന്നിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.